അതെ. ആ പാലം ഏത് പാലം അത്? കരിവണ്ണൂർ പാലം. ഏതാ? കരിവണ്ണൂർ പാലം. ആ, അത് പഴയ കാലത്തുള്ള ഒരു പാലം പഴയ കാലത്തിലാണ്. അത് ബ്രിട്ടീഷുകാരായ കാലത്ത് ഒരു പാലം, ആ കല്ലുപാലമൊക്കെ പോയി. എന്നിട്ട് പിന്നെ ഗവൺമെന്റ് വേറെ കെട്ടിയൊരു പാലം, അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ വേറെ കെട്ടിയ പാലം. അപ്പം മൂന്നാമത്തെ പാലം. ഇത് ഈ തീവണ്ടിയിൽ എങ്ങോട്ടാ പോയിട്ടുണ്ടോ കുഞ്ഞാടി? ഞാൻ ഇങ്ങോട്ട് മംഗലാപുരം വരെ പോയിട്ടുണ്ട്. അതെ. അതെന്തിനാ? മംഗലാപുരം ഞാൻ കുറെ കാലം പണിയിട്ടുണ്ട്, പന്തറില്. അതെ. പിന്നെ അങ്ങോട്ടോ? അങ്ങോട്ട് തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. സുഖമില്ലാണ്ട്? അത് കുറെ ആയി പോയിട്ട്. 5 കൊല്ലായി. യാത്രകളുടെയും നായാട്ടിന്റെയും പൂരക്കളികളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ഉത്സവ ഭംഗികളൊക്കെ ഇന്ന് കുഞ്ഞാടി പുഴയുടെ ഹൃദയത്തിൽ കണ്ടെത്തുന്നു. എപ്പോഴും നിളകൃശഗാത്രിയായ സൗമ്യ ഗ്രാമീണയാകുന്നില്ല. ചിലപ്പോഴൊക്കെ ലോകാവസാനം പോലെ അവൾ ഭൂമിയെയും മനുഷ്യരെയും കണ്ണീർ പ്രളയത്തിലാഴ്ത്തുന്നു. പിന്നെ എല്ലാം മറന്ന് പ്രാണജലദായിനിയായി നമ്മെ തഴുകി ഒഴുകുകയും ചെയ്യുന്നു. കൊല്ലം വെള്ളം കയറിയിട്ട് പേരൊക്കെ ഉള്ളിലൊക്കെ വെള്ളം കയറി. കുറെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒലിച്ചു പോയി. പാത്രങ്ങളൊക്കെ ഒലിച്ചു പോയി. കുടുക്കയും കാലവും ഒക്കെ ഒലിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ ടാക്സിയിൽ അസിസു കുട്ടി കുറച്ചൊക്കെ ഇവിടെ വന്നുകൊണ്ട് പോലൊക്കെ എഴുതി കുത്തി പോയി. ഞങ്ങൾക്കൊരു 2000 ഉറുപ്പിക തന്നു. ഇനി പിന്നെ റേഷൻ അരി 10 കിലോ അത് തന്നു. ഇനിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും കിട്ടിയില്ല. തന്റെ ചെറിയ കുടിലിനുള്ളിൽ കരുതി വെച്ചിരുന്നതൊക്കെയും കവർന്നെടുത്തുകൊണ്ടുപോയെങ്കിലും പുഴയോട് കുഞ്ഞാടിക്ക് പരാതിയില്ല. അവൾ തന്നതൊക്കെ അവൾ എടുത്തുകൊണ്ടുപോയി. ഇനിയും നീളുന്ന തന്റെ വാഴ്വിനാധാരം ഈ പുഴ തന്നെയാണല്ലോ. കൂടല്ലൂരത്തെ പ്രധാനപ്പെട്ട ഉത്സവം പൂരം? കൂടല്ലൂരത്തെ വായാവ് അമ്പലം. വാഴാവില. അവിടെ എന്തൊക്കെ വിശേഷം? അവിടെ ഈ കാളും പൂതലൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പോവോ? ഗാനമേളയും കണ്ണി കണ്ട പരിപാടികളൊക്കെ ഉണ്ടാവും. എല്ലാ പരിപാടിയും ഉണ്ടാവും. പഞ്ചവാദ്യം എല്ലാം ഉണ്ടാവും. പിന്നെ തിരുവനന്തപുരത്ത് മുത്തളിക്കുന്നത്ത് അല്ല പൂരം ഉണ്ടായിരുന്നു. അതിപ്പോ കുറെ കാലത്തും കിട്ടുണ്ടാവില്ല. അതിപ്പോ കമ്മിറ്റി ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് വേറെ പരിപാടികളൊന്നും ഇല്ല. താന്നിക്കുന്നും മുത്തുവിളയും കുന്നും മലമക്കാവും കൊടിക്കുന്നും അടയാളപ്പെടുത്തുന്ന ഒരു ചെറുപ്രദേശത്തിന്റെ ചോരക്കുഴലാണ് കൂടല്ലൂർ പുഴ. ഭാരതപ്പുഴയുടെ ഇതര ഖണ്ഡങ്ങൾ വറ്റിപ്പോവുമ്പോഴും പറമ്പത്ത് കടവ് ജലസമൃദ്ധമായി തുടരുന്നുവെന്ന് കുഞ്ഞാടി സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഇവിടെ കൊടിക്കുന്നത്ത് അമ്പലല്ലേ, അത് വായാവില അമ്പലത്തിലുണ്ടാവും. ഉണ്ട്, ഇപ്പോഴും ഉണ്ടല്ലേ. അത് താണിക്കുന്നു വകയാണല്ലോ. ഓല വകയാണ് ആ തറക്കെ. അല്ല, അത് പിന്നെ അവിടെ ഈ താലം വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് അവിടെ പിന്നെ നമ്മളെ സിനിമയുടെ ഉണ്ണിയേട്ടൻ്റെ അപ്പുറത്ത്, ഉണ്ണിയേട്ടൻ്റെ തിയേറ്റർ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്ത് വലിയ കൂരിയാലൊക്കെ പറഞ്ഞ് നിൽക്കണം. അവിടെയാണ് പോയെടുത്ത് പോയി. അവിടെ പിന്നെ വെള്ളം കയറിയിട്ടേ കുറച്ചൊക്കെ വെള്ളം എടുത്ത് പോയിക്കണം. കുറക്കെ സ്ഥലം പോയി. ഈ പുഴയോണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? മീൻ പിന്നെ സുഖാണല്ലേ? പുഴ ഇവിടെ നല്ല വെള്ളമല്ലേ കുളിക്കാനൊക്കെ? ഇനിയിപ്പോ വേനൽക്കാലം ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വണ്ടി വരികയെ കുളിക്കാൻ. അവിടെയുള്ള പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ വരും. കുട്ടികൾക്കൊക്കെ ചോറൊക്കെ ഇട്ടാ വരിക കുളിക്കാൻ. വെള്ളം കിട്ടും. അവിടെ ഒന്നും വെള്ളം കിട്ടണ്ടാവുകയെ. എന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. കുട്ടികളും മക്കളും ഭാര്യമാരൊക്കെ ഇട്ട്. ഏത് മാസം വരെ വെള്ളം ഉണ്ടാവും ഇവിടെ? വെള്ളം വറ്റണില്ലല്ലോ.
ഇത് ഇവിടെ ഭയങ്കര കുണ്ടാണ് ഇവിടൊക്കെ. പിന്നെ അല്ല 2-3 ആൾക്ക് വെള്ളം ഉണ്ട് ഇവിടൊക്കെ. കുംഭമീനമാസത്തിൽ വെള്ളം ഉണ്ടാവുമോ? ആ ഉണ്ടാവും, എന്നും വെള്ളം ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇവിടെ വെള്ളം പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇതിലിടക്ക് വെച്ചില്ല വർഷം.